നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ, അതായത് ഇന്ത്യ എ എസിലെ ഓരോ സ്റ്റാൻഡേർഡും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ എ എസ് 1ഉം 2 ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യ എ എസ് 1ഉം 2ഉം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1? നമ്മൾ ഓരോന്നായിട്ട് നോക്കുവാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഒരു വാക്ക് ഓർത്ത് വെച്ചോണം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡീൽസ് വിത്ത് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനിയെ സംബന്ധിച്ച്, ഇപ്പോൾ കമ്പനിയല്ല ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. നമുക്കിപ്പോൾ P&L അക്കൗണ്ട് കാണും, ബാലൻസ് ഷീറ്റ് കാണും. കമ്പനികളെ സംബന്ധിച്ചാണെങ്കിൽ ഇത് കൂടാതെ അവർക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ട്, ഒരുപാട് ബുക്കുകളുണ്ട്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് നാളെ കാലത്ത് അക്കൗണ്ടൻ്റ് ആവുന്നതും ഈ പറയുന്ന കണക്കിന് ഫിനാൻസ്, നമ്മൾ ഈ പഠിക്കുന്നതെന്ന് പറയുന്നത് ഫിനാൻസിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഫിനാൻസിലൊക്കെ ജോലി ചെയ്തിട്ട് ആസ് ആൻ അക്കൗണ്ടൻറ്റ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ബുക്സ് പ്രിപ്പയർ ചെയ്യുക. കൃത്യമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. കുറച്ചുകൂടി കൂടിയ ലെവലിലോട്ട് പോകുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം, ചില ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഈ ബിസിനസ്സിൻ്റെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ആർക്കാണോ ഇതിൻ്റെ ആവശ്യം. നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആരാണോ ആവശ്യക്കാർ, എൻഡ് യൂസേഴ്സ് എന്ന് പറയും. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ എൻഡ് യൂസേഴ്സ് എന്ന് പറയും. ഈ എൻഡ് യൂസേഴ്സ് തന്നെ 2 ടൈപ്പ് യൂസേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്തുള്ള ആൾക്കാർ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ബിസിനസ്സിനകത്തുള്ള ആൾക്കാർ. എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആവശ്യമുള്ള, നമ്മുടെ ബിസിനസ്സിൻ്റെ കൃത്യമായ കണക്ക് അറിയേണ്ടുന്ന എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ്, ഇൻകം ടാക്സ് അതോറിറ്റി, ലോൺ തരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ബാങ്കുകൾ, ഇവർക്കെല്ലാവർക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൊടുക്കേണ്ടി വരും. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഈ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനാണ്, അല്ലാതെ അക്കൗണ്ടൻറ്റ് സ്വന്തം ഇഷ്ടത്തിന് കൂടെ വായിക്കാനല്ല. അക്കൗണ്ടൻറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അയാളുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. സോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്ന പോലാണ് നമ്മൾ ഈ ബുക്കുകൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബുക്കുകൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് ആർക്കാണോ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ആർക്കാണോ കൊണ്ട് കൊടുക്കേണ്ടത്, അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്ന പോലെ ആയിരിക്കണം. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 അനുസരിച്ചാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കുകളെല്ലാം തന്നെയും ട്രാൻസ്പെറൻറ്റ് ആൻഡ് കമ്പയറബിൾ ആയിരിക്കണം. ഇതാണ് ഈ സ്റ്റാൻഡേർഡ് പറയുന്നത്. ട്രാൻസ്പെറൻറ്റ് ആൻഡ് കമ്പയറബിൾ എന്ന് പറഞ്ഞാൽ ആർക്കാണോ നമ്മൾ ബുക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യാം, ബാങ്ക് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും, ഗവൺമെൻറ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും, ഇൻകം ടാക്സ് അതോറിറ്റി ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, കമ്പനികാര്യ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും, GST ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നമ്മുടെ ബുക്ക് ആർക്കാണോ ആവശ്യം അവർക്ക് നമ്മൾ ബുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ ഡേറ്റയും അതിലുണ്ടായിരിക്കണം. നമ്മളൊന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. ഇപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കുന്ന ബുക്കിൽ ഗവൺമെൻറ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എന്താണോ അവർക്ക് വേണ്ടത് അതതിൽ കൃത്യമായിട്ട് കണ്ടിരിക്കണം. നമ്മളൊന്നും തന്നെയും ഹൈഡ് ചെയ്യാൻ പാടില്ല. ഇൻകം ടാക്സ് അതോറിറ്റി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഡേറ്റ എന്താണോ ആ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അതിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതാണ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ബുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ആരുടെ മുമ്പിലാണോ അവർക്ക് ആവശ്യമുള്ള എല്ലാ ഡേറ്റയും അതിലുണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. 2 കമ്പയറബിൾ ആയിരിക്കണം. കമ്പയറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 2025 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കും. ഇവർക്കിത് 2024 കമ്പയർ ചെയ്യാൻ പറ്റണം, 2023 കമ്പയർ ചെയ്യാൻ പറ്റണം. നമ്മുടെ ബിസിനസ് ചെയ്യുന്ന സിമിലർ ഫേമിൻ്റെ മറ്റ് ബിസിനസ്, സിമിലർ ഫേംസ് ഉണ്ടല്ലോ, അവരുടെ ബുക്കുമായിട്ടും എല്ലാം കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഓരോ രീതിയിൽ ബുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ചെല്ലരുത്. എല്ലാ വർഷവും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഉണ്ടായിരിക്കണം. 2 വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റണം. നമ്മൾ ആരുടെ മുമ്പിലാണോ പ്രസൻറ്റ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മുൻ വർഷത്തെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. ഈ 2 കാര്യം നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. ഇതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ നമ്മൾ ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയ പോലെ പ്രിപ്പയർ ചെയ്ത് വെക്കരുത്. ആർക്ക് വേണ്ടിയാണോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് എൻഡ് യൂസർ ആരാണ്, ആർക്ക് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത്
അവർക്ക് ആവശ്യമുള്ള എല്ലാ ഡേറ്റയും കണ്ടിരിക്കണം. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ്. നമ്മളൊന്നും മറച്ചു വെക്കാൻ പാടില്ല. ആൻഡ് അവർക്കിത് കമ്പയർ ചെയ്യാനും പറ്റണം. മുൻ വർഷങ്ങളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ബുക്കുമായിട്ട് ഈ വർഷത്തെ ബുക്കിനെ കമ്പയർ ചെയ്യാനും പറ്റണം. അതായത് ഓരോ വർഷവും ഓരോ രീതിക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കരുത്. ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നത് ഇൻഡ് AS 1 അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 അനുസരിച്ച് നമ്മുടെ ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുന്ന ആൾ, യൂസർ, നമ്മൾ ആ യൂസർക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് പ്രയോജനം ഉണ്ടാവണം. അവർക്ക് യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും ഉണ്ടാവരുത്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ പർപ്പസ് തന്നെ ഇതാണ്. ബുക്ക് പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും കൃത്യമായിട്ടൊരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ പർപ്പസ്. ഇനി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവൂ. ശ്രദ്ധിച്ച് കേട്ടോണേ, ഏതൊരു ബിസിനസ്സിൻ്റെ ആണെങ്കിലും ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് മാത്രമാണ് ഇൻഡ് AS ആപ്ലിക്കബിൾ ആകുന്നത്. അല്ലാതെ അവരുടെ ഇൻ്ററിം സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇത് ആപ്ലിക്കബിൾ ആവില്ല. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പുറത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡേറ്റ എന്ന് പറയുന്നത് അവരുടെ P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം കൊടുക്കാൻ പറ്റും. ചില കമ്പനികളുടെയൊക്കെ ക്വാർട്ടർലി P&L ബാലൻസ് ഷീറ്റും വരെ പത്രത്തിൽ വരെ വരും. അതായത് ഈ P&L ബാലൻസ് ഷീറ്റും എല്ലാം ജനറൽ പർപ്പസാണ്. അതായത് ഈ പറയുന്ന ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ആനുവലി വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അങ്ങനത്തെ ചില റെക്കോർഡെല്ലാം കൊടുക്കാൻ പറ്റും. എന്നാൽ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ആവശ്യത്തിന്, ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഇൻ്ററിം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷന് വേണ്ടി മാത്രമുള്ളതാണ്. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അത് ബിസിനസ്സിനകത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതൊന്നും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറയേണ്ട കാര്യമില്ല. അതെല്ലാം നമ്മുടെ സീക്രട്ട് പോലെയാണ്. ഇപ്പോൾ ഓരോ കമ്പനിക്കും അവരുടേതായ കോൺഫിഡൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണത്തില്ലേ? ഈ പറയുന്ന P&L ബാലൻസ് ഷീറ്റും അല്ലാതെ അവരുടെ സ്ട്രാറ്റജീസും അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും എല്ലാം കാണിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാട് പ്രിപ്പയർ ചെയ്യാം. അതൊന്നും തന്നെയും ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ നിങ്ങളുടെ ഇൻറ്റേർണൽ പർപ്പസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാവൂന്ന് ഈ സ്റ്റാൻഡേർഡ് പറയുന്നില്ല. ജനറൽ പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ എക്സാം എഴുതുവാണ്, പരീക്ഷ എഴുതുന്നു. ഓക്കെ, പരീക്ഷ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണും 1 മാർക്കിൻ്റെ ചോദ്യം 1 or 2 സെൻറ്റൻസ് ആയിരിക്കണം. അതവിടെ പറയുന്നുണ്ട്. 1 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം 1 or 2 സെൻറ്റൻസ് മതി. 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 2 or 4 സെൻറ്റൻസ് മതി. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു ഷോർട്ട് പാരഗ്രാഫ് മതി. ഇപ്പോൾ 15 മാർക്കിൻ്റെ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ ആണെങ്കിൽ 1 or 2 പേജ് മതി. ഇത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത്, പരീക്ഷ എഴുതേണ്ട രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണും. അല്ലെങ്കിൽ നമുക്കറിയാം എല്ലാ വിദ്യാർത്ഥികളും ഏകദേശം ഒരുപോലെ ആയിരിക്കണം പരീക്ഷ എഴുതേണ്ടത്. പക്ഷേ നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന പോലെ തന്നെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണോ? ഞാൻ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുമ്പോൾ ഞാൻ എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് കേരള യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതെൻ്റെ ഇൻറ്റേർണൽ കാര്യമാണ്, എൻ്റെ സ്വന്തം കാര്യമാണ്. ഓക്കെ, അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കണക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യും. പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പരീക്ഷ എഴുതിക്കോളാം എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല ബിസിനസ്സിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക്, ബിസിനസ്സിനകത്തുള്ള ചില പേഴ്സണൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് അവരുടെ കുറച്ച് രഹസ്യങ്ങളാണ്. അത് അവർക്ക് തോന്നിയ പോലെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ജനറൽ പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറയുന്ന പോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ ആയിരിക്കണം, ബാലൻസ് ഷീറ്റ് എങ്ങനെ ആയിരിക്കണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഫണ്ട് ഫ്ലോ, ഈ സ്ട്രക്ചർ എല്ലാം തന്നെയും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതെല്ലാവരും ഫോളോ ചെയ്യണം. നിങ്ങൾക്കറിയാലോ, നിങ്ങളെല്ലാവരും P&L അക്കൗണ്ട് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും എല്ലാവരും ഇത് ഒരുപോലെ വരയ്ക്കുന്നത്. അല്ലാതെ കുറച്ച് ഭംഗി കൂടിക്കോട്ടെന്ന് വിചാരിച്ച് ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ബാലൻസ് ഷീറ്റ് വേറെ രീതി പ്രിപ്പയർ ചെയ്യുമോ? ഒരിക്കലുമില്ല. ഈ സ്ട്രക്ചർ എല്ലാം തീരുമാനിക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 ആണ്. കണ്ടൻറ്റ്, ഞാൻ തൊട്ടു മുൻപ് ഞാൻ പറഞ്ഞു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആവശ്യത്തിനുള്ള കണ്ടൻ്റ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കണം. ഇത് വായിക്കുന്ന ആൾക്ക് ആ മിനിമം റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം. കമ്പയറബിൾ ആയിരിക്കണം. ഓൾറെഡി ഞാൻ പറഞ്ഞു, തൊട്ട് മുൻപത്തെ പീരീഡുമായിട്ട് നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ദെൻ ഫ്രീക്വൻസി, അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരെണ്ണം, അറ്റ്ലീസ്റ്റ് ആനുവലി എങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം.
ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യപ്പെട്ടിരിക്കണം. ദെൻ ഇത് കൺവേർജൻസ് ആണ്. നമ്മുടെ തൊട്ട് മുൻപത്തെ ക്ലാസ്സിലേ ഞാൻ പറഞ്ഞതാണ്, IFRSൻ്റെ കൺവേർജൻസ് ആയിട്ടാണ് ഇന്ത്യ AS 1 വരുന്നത്. അതുകൊണ്ട് തന്നെ IFRSൻ്റെ കൺവേർജൻസ് ആയിട്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, സോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബിസിനസ്സിൻ്റെ ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നാളെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് ഇന്ത്യ AS 1 എന്ന് ചോദിച്ചാൽ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഷൈൻ ചെയ്യാം. പ്രസൻറ്റേഷൻ ഓഫ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. അതായത് ബിസിനസ്സിനകത്ത് അവർ വളരെ സ്വകാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതൊന്നും ഫോളോ ചെയ്യപ്പെടേണ്ട. ജനറൽ പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്ന പോലെ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. ഇതാണ് 1. ഓക്കെ, ഇനി 2 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഹെഡിങ് കൊടുത്തോ. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻവെൻറ്ററീസ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്നും പറയാം. ചില ടെക്സ്റ്റിലൊക്കെ ചിലപ്പോൾ ഹെഡിങ് ആയിട്ട് വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്നായിരിക്കും, അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻറ്ററീസ് എന്നൊക്കെ ആയിരിക്കാം. എല്ലാം ഒന്ന് തന്നെ. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് ഇൻവെൻറ്ററീസിനെ പറ്റിയാണ്. ഇൻവെൻറ്ററീസിനെ പറ്റി അവർ എന്തോ പറയട്ടെ, അതിനു മുൻപ് ഒരു ചോദ്യം, എന്താണ് ഇൻവെൻറ്ററീസ്? അത് പലപ്പോഴും ഈവൻ കൊമേഴ്സിൽ ഒരു വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും ഇൻവെൻറ്ററി എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാം സ്റ്റോക്ക് എന്ന് പറഞ്ഞോളാം. തെറ്റാണ്. ഇൻവെൻറ്ററി എന്ന് ചോദിച്ചാൽ ചുമ്മാ കയറി സ്റ്റോക്ക് എന്നങ്ങ് പറയരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പല ക്ലാസ്സിലും പറഞ്ഞതാണ്. ഇൻവെൻറ്ററി എന്താണെന്ന് ഞാൻ ആദ്യമായിട്ടല്ല പഠിപ്പിക്കുന്നത്. എൻ്റെ പല സബ്ജക്റ്റിലും പല ക്ലാസ്സിലും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. നാളെ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ഇൻവെൻറ്ററി? എടുത്ത വാക്യങ്ങൾ പറയും, ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. അല്ല, ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്റ്റോക്ക് മാത്രമല്ല. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഇൻവെൻറ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് തിങ് ഫിനിഷ്ഡ് ഗുഡ്സ് വരും. ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ആണെങ്കിൽ ബിസ്ക്കറ്റ് അതാസ് എ ഫിനിഷ്ഡ് ഗുഡ്സ് വരും. ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസ്സും എല്ലാം വരും. ഈ ബിസ്ക്കറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽ നമ്മുടെ ഇൻവെൻറ്ററിയാണ്. അത് വർക്ക് ഇൻ പ്രോഗ്രസ്, ബിസ്ക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻവെൻറ്ററിയാണ്. തീർന്നിട്ടില്ല. സ്പെയർ പാർട്സ്, കൺസ്യൂമബിൾസ്, സ്റ്റോറ്, കോട്ടൺ വേസ്റ്റ്, നട്ട്, ബോൾട്ട്, ഇതെല്ലാം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് റോ മെറ്റീരിയൽസ് പ്ലസ് സ്പെയർ പാർട്സ്, കൺസ്യൂമബിൾസ്, സ്റ്റോർ, ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ഈ ക്ലാസ് കേൾക്കുന്ന ഒരാളെങ്കിലും നാളെ ഒരു ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ധൈര്യമായിട്ട് ഉത്തരം പറയണം. ഇൻവെൻറ്ററി ഈസ് ദ കോമ്പിനേഷൻ ഓഫ്, അല്ലെങ്കിൽ ഇൻവെൻറ്ററി കംപ്രൈസസ് ഓഫ്. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, സ്പെയർ പാർട്സ്, കൺസ്യൂമബിൾസ്, സ്റ്റോർ, ഇതെല്ലാം വരും. ഒരു ബിസിനസ്സിനകത്തുള്ള ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, സ്പെയർ പാർട്സ്, കൺസ്യൂമബിൾ, സ്റ്റോർ, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഇൻവെൻറ്ററി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത്? ഇൻവെൻറ്ററിയുടെ മീനിങ് അല്ല. ഇൻവെൻറ്ററിയുടെ മീനിങ് ഞാനിപ്പോൾ പഠിപ്പിച്ച് തന്നേ ഉള്ളൂ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററിയെ പറ്റിയാണ്. അതായത് മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനവർ പറയുന്നൊരു റൂൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് കോസ്റ്റ് പ്രൈസ്, ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ, അതായിരിക്കും ഇൻവെൻറ്ററിയുടെ വാല്യൂ. മനസ്സിലാവാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് എന്താണെന്ന് തീരുമാനിക്കുക ആദ്യം. എന്താണ് ഒരു ഇൻവെൻറ്ററിയുടെ കോസ്റ്റ്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മൾ ബിസ്ക്കറ്റ് തന്നെ എടുക്കാം. ഏറ്റവും എക്സാമ്പിൾ ബിസ്ക്കറ്റ് എടുക്കാം. നമ്മളൊരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനി നടത്തുവാണ്. ഓക്കെ, സോ നമ്മൾ ബിസ്ക്കറ്റ് നിർമ്മിക്കുമ്പോൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് പാക്കറ്റിലായി കഴിഞ്ഞു. നമ്മുടെ ബിസ്ക്കറ്റ് നിർമ്മിച്ച് കൃത്യമായിട്ട് ആ പാക്കറ്റിനകത്താക്കി കഴിഞ്ഞു. ഇതുവരെ ഉണ്ടാകുന്ന ചിലവാണ് ഈ പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ വരും, കോസ്റ്റ് ഓഫ് കൺവേർഷൻ വരും, മറ്റെന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം വരും. ഫിനിഷ്ഡ്, അതായത് ഈ ഇൻവെൻറ്ററി, നമ്മൾ ഈ വിളിക്കുന്ന ഇൻവെൻറ്ററി എന്ന സാധനം ആ രൂപത്തിലാവാനുള്ള കോസ്റ്റ്. അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ബിസ്ക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ആ ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് ഇൻവെൻറ്ററി എന്ന് വിളിക്കുന്നത്. ആ ബിസ്ക്കറ്റ് ഇങ്ങനെ അടുക്കി ഒരു പാക്കറ്റായി, ബിസ്ക്കറ്റ് നിർമ്മിച്ച് കഴിഞ്ഞു, പാക്കറ്റിലെത്തി. ടൈഗർ ബിസ്ക്കറ്റ് നമ്മുടെ ഫാക്ടറിയിലെ ഗോഡൗണിൽ പാക്കറ്റിലായി കഴിഞ്ഞു. ഇനി ഇത് വിറ്റാൽ മതി.
ഇനി ഇത് പുറത്തോട്ട് കൊണ്ടുപോയി വിറ്റാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടൈഗർ ബിസ്ക്കറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ, അതിൻ്റെ കൺവേർഷൻ കോസ്റ്റ്, മറ്റുള്ള ഇതെല്ലാണ്ട് കോസ്റ്റ് സപ്പോസ് 20 രൂപയെന്ന് വിചാരിക്കുക. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നമുക്ക് 20 രൂപയായി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ 20 രൂപ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമുക്ക് എന്ത് ചിലവായി ആ ഇൻവെൻറ്ററിയുടെ പുറത്ത്. ഞാനിപ്പോൾ നിങ്ങളെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുവാണ്, അതാണ് നമ്മുടെ ഇൻവെൻറ്ററി. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു പാക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റാണ് നമ്മുടെ ഇൻവെൻറ്ററി. അതിനുവേണ്ടി നമുക്ക് 20 രൂപ ചിലവായി. അപ്പോൾ 20 എന്നൊരു നമ്പർ ഇരിക്കട്ടെ, കോസ്റ്റ് പ്രൈസ് 20 ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. അടുത്തൊരു കോൺസെപ്റ്റാണ്, എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? ശ്രദ്ധിച്ച് കേട്ടോണേ. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ബിസ്ക്കറ്റ് ഞാൻ 25 രൂപയ്ക്കാണ് വിൽക്കാൻ തീരുമാനിക്കുന്നത്. എനിക്ക് എത്ര കോസ്റ്റ് വന്നത്? എൻ്റെ കോസ്റ്റ് 20 ആണ്. എനിക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നിർമ്മിക്കാൻ 20 രൂപ ചിലവായി. ഞാൻ ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് 25 രൂപയ്ക്ക് വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഗോഡൗണിലിരിക്കുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ്, നമ്മുടെ ഗോഡൗണിലിരിക്കുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് വിൽക്കാനായിട്ട് എനിക്ക് വീണ്ടും കുറച്ച് ചിലവുണ്ടാവും. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. ബിസ്ക്കറ്റ് റെഡിയായി കഴിഞ്ഞു, 20 രൂപ മുതൽ മുടക്കിൽ 20 രൂപ കോസ്റ്റിൽ നമ്മുടെ ബിസ്ക്കറ്റ് പാക്കറ്റ് റെഡിയായി. ബിസ്ക്കറ്റ് ഈസ് റെഡി, ഒരു പ്രശ്നവുമില്ല, ബിസ്ക്കറ്റ് റെഡിയാണ്. പക്ഷേ ഈ ബിസ്ക്കറ്റ് എനിക്ക് 25 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ഇനിയും കുറച്ച് ചിലവ്, അല്ലറ ചില്ലറ ചിലവ് വരും. എന്താണ്? ഡെലിവറി ചാർജ് വരാം, സെയിൽസ്മാൻസ് കമ്മീഷൻ വരാം, ഏജൻറ്റ് കമ്മീഷൻ വരാം. ഇത് വിറ്റ് കിട്ടണമല്ലോ. എൻ്റെ ഗോഡൗണിൽ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ ചെന്ന് വിൽക്കണ്ടേടോ. അപ്പോൾ അതുവരെ എനിക്ക് ചിലപ്പം ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും, ഞാനായിരിക്കും കൊടുക്കുന്നത്. സെയിൽസ്മാൻസ് കമ്മീഷൻ കൊടുക്കേണ്ടി വരും, ഏതെങ്കിലും ഏജൻറ്റ് ഉണ്ടെങ്കിൽ ഏജൻറ്റ് കമ്മീഷൻ. സോ ഇതിനെ വിറ്റ് കിട്ടാനായിട്ട്, ഈ പറയുന്ന പ്രോഡക്റ്റിനെ, ഈ പറയുന്ന ഇൻവെൻറ്ററിയെ ഒന്ന് വിറ്റ് കിട്ടാനായിട്ട് എനിക്ക് കുറച്ച് ചിലവ് വരും. സപ്പോസ് ഒരു 2 രൂപ ചിലവായെന്ന് വിചാരിക്കുക. അപ്പോൾ 20 രൂപയാണ് ബിസ്ക്കറ്റ് നിർമ്മിക്കാൻ വേണ്ടി വന്നത്. ഞാനിത് 25 രൂപയ്ക്ക് വിൽക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 25 രൂപയ്ക്ക് വിൽക്കാനായിട്ട് എനിക്ക് ഇനിയും ഒരു 2 രൂപ കൂടി ചിലവാകും. ഇവിടെ എൻ്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ചിലവ്, ഇപ്പോൾ ഉണ്ടായ ഈ 2 രൂപ കുറയ്ക്കണം. അതാണ് എൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ. 23 രൂപയാണ് എൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോഡക്റ്റിനെ സെയിലബിൾ കണ്ടീഷനിലോട്ട് മാറ്റാൻ. എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ സെയിൽ പോയിൻ്റ്, കസ്റ്റമർ നമ്മുടെ ബിസ്ക്കറ്റ് എടുക്കുക, കസ്റ്റമർ വാങ്ങണമല്ലോ, ആ കസ്റ്റമർ വാങ്ങുന്ന ആ പോയിൻ്റ് വരെ എത്തിക്കുന്നത് വരെ എനിക്ക് ഇനിയും കുറച്ച് ചിലവുണ്ടാവും, സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ടാവും. ആ സെല്ലിംഗ് എക്സ്പെൻസ് കുറച്ച് കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇവിടെ 23. ഇനി ഈ കോസ്റ്റ് പ്രൈസും നെറ്റ് റിയലൈസബിൾ വാല്യൂയും കൂടെ കമ്പയർ ചെയ്യണം. കോസ്റ്റ് പ്രൈസും നെറ്റ് റിയലൈസബിൾ വാല്യൂയും കൂടെ കമ്പയർ ചെയ്യണം. ഏതാണോ ചെറുത് ആ ചെറിയ തുകയായിരിക്കും ഞാൻ ബാലൻസ് ഷീറ്റിൽ ആ ഇൻവെൻറ്ററിയുടെ കോസ്റ്റായിട്ട് കാണിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത്. സംഭവം സിമ്പിൾ കാര്യമുള്ളൂ. ഒരു ഇൻവെൻറ്ററിക്ക് വേണ്ടി എനിക്ക് എന്ത് ചിലവായി, എൻ്റെ ചിലവ്, ആ ഇൻവെൻറ്ററി ആ രൂപത്തിലെത്താൻ, അതങ്ങനായി കിട്ടാനായിട്ട് എനിക്കെന്ത് ചിലവ് വന്നു? 20 രൂപ. ഇനി ഇത് വിൽക്കാനായിട്ട്, ഇത് വിറ്റ് കിട്ടാനായിട്ട് എനിക്ക് അഡീഷണലി എന്ത് ചിലവ് വരും? ഞാൻ പറഞ്ഞു എനിക്കൊരു 2 രൂപയും കൂടെ വരും. എനിക്കിത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? എനിക്കൊരു 25 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അങ്ങനാണെങ്കിൽ എൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ സെല്ലിംഗ് പ്രൈസിൽ നിന്നും സെയിലബിൾ കണ്ടീഷനിലോട്ട് മാറ്റാനായിട്ട് വന്ന ഈ ചിലവ് കുറയ്ക്കണം. അപ്പോൾ 23 രൂപ വരും. ഈ 23 രൂപയാണോ കോസ്റ്റ് പ്രൈസ് ആണോ ചെറുത്? 23 നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണോ കോസ്റ്റ് പ്രൈസ് ആണോ ചെറിയ സംഖ്യ? ഇവിടെ 20 അല്ലേ? ആ 20 ആയിരിക്കും ഞാൻ ഇൻവെൻറ്ററിയുടെ വാല്യൂ ആയിട്ട് ഞാൻ എൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 പറയുന്ന വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്, 1ഉം 2ഉം. ഇൻഡ് AS 1ഉമായി ഇൻഡ് AS 2 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ 2 എണ്ണം പഠിപ്പിക്കാം.